channel Max Petals. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. In the picture below, the side AC of the triangle ABC is extended to D by adding the length of the side CB. Then the line through C parallel to DB is drawn to meet AB at E. ഇതിൽ 2-3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലത്തെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Prove that CE bisect angle C. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങൾ. ABC എന്നൊരു ട്രയാങ്കിള്, അതിലെ AC എന്ന വശം നീട്ടി വരച്ച് D എന്ന പോയിന്റിൽ എത്തിച്ചിരിക്കുന്നു. ആ ലെങ്ത് എന്ന് പറയുന്നത് CBയുടെ നീളമാണ്. CB എന്ന ലൈനിന്റെ നീളമാണ് ACയിൽ നിന്നും നീട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് D എന്ന പോയിന്റിലാണ് വന്ന് ചേർന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്ലൂ കിട്ടിയത് എന്താണ്? ഈ 2 വശങ്ങളും തുല്യമാണ് ആണല്ലോ. അപ്പോൾ 2 വശങ്ങൾ തുല്യമായ ഈ ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണങ്ങളാണ് അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. അതിന്റെ തുല്യവശങ്ങൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമുക്കതിന് എക്സ് എന്ന് പേര് കൊടുക്കാം. നമുക്ക് കിട്ടിയത് ഐസോസെലസ് ട്രയാങ്കിൾസിന്റെ 2 ആംഗിൾസ് ഈക്വൽ ആയി വന്നു. അത് നമുക്ക് അവിടെ ഒന്ന് എഴുതിയാലോ. ആംഗിൾ CBD ഈക്വൽ ടു CDB. ആംഗിൾ CDB x ഡിഗ്രി. കണ്ടോ? അത് ഐസോസെലസ് ട്രയാങ്കിൾസിന്റെ 2 ആംഗിൾസ് ആണ്. അത് തുല്യവശങ്ങൾക്ക് എതിരെ കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയി വന്നു. ഇപ്പൊ 2 x ആംഗിൾസ് നമുക്ക് കിട്ടി. ഇനി ചോദ്യം എന്താണ്? ആംഗിൾ CE എന്ന ലൈൻ ബൈസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന്. ഇനി ഒരു ക്ലൂ എന്താണുള്ളത്? ഈ 2 ലൈൻസും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതാണ്? DB പാരലൽ ടു CE എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്യാം? ഈ 2 പാരലൽ ലൈനെയും ഒരു ലൈൻ കട്ട് ചെയ്തു പോകുമ്പോൾ അതിന്റെ ഇരുഭാഗത്തും ഉണ്ടാകുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ആണല്ലോ. നമുക്ക് ഇവിടെ എക്സ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ആംഗിൾ സിയുടെ ഈ ഒരു പോർഷൻ വരുന്നത്. എക്സ് കണ്ടോ? ഈ ആംഗിൾ നമുക്ക് എക്സ് എന്ന് കിട്ടി. നമുക്ക് അതും കൂടി എഴുതി കൊടുക്കാം അല്ലെ. ആംഗിൾ ECB ഈക്വൽ ടു ആംഗിൾ CBD. അല്ലേ? ഇനി അടുത്ത ഒരു ആംഗിള് ഏതാണ് വരുന്നത്? ഇത് എന്ത് ആംഗിളാണ്? അൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ, മറുകോണുകളാണ്. അപ്പൊ അതും കൂടി നമ്മളിവിടെ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കാം. അൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലോ. ഇനി ഈ ഒരു ഭാഗം കൂടിയും എക്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു സമഭാജിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ആണ്. അപ്പോ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നോക്കേണ്ടത് എന്താണ്? ഇത് 2 പാരലൽ ലൈൻസ് തന്നെയാണ്. അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് കണ്ടോ? 2 പാരലൽ ലൈൻസിനെ വേറെ ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതും കൂടി ഇവിടെ എഴുതി കൊടുക്കാം. എങ്ങനെയാണ്? ഇവിടെ അല്ലെ, ഈ ആംഗിളിന്റെ അതേ മെഷർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത് എക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ACE ആംഗിൾ ACE ഈക്വൽ ടു ആംഗിൾ CDB. അതെന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത്? ആയതുകൊണ്ട് therefore
CE. CE is the bisector of angle C. മനസ്സിലായോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ 2 സബ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതിൽ രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഇത് ഉപയോഗിച്ച് 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. എന്താണ്? Describe how this can be used to divide an 8 centimeters long line in the ratio 4:5. അപ്പം എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്? 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കണം. അതിനെ 4:5 എന്ന റേഷ്യോയിൽ ഈ ലൈനിനെ ഭാഗിക്കണം. ഈ ലൈനിനെ ഭാഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 8 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ഇവിടുന്ന് ഒരു ലൈനും ഇവിടുന്ന് ഒരു ലൈനും വരച്ചു കഴിഞ്ഞാൽ 4 സെന്റിമീറ്ററിലും 5 സെന്റിമീറ്ററിലും ഓരോ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ 2 വശങ്ങളുടെയും റേഷ്യോ തന്നെയായിരിക്കും ഈ 8 സെന്റിമീറ്ററിലും വരിക എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും വരയ്ക്കുന്ന ദൂരം അല്ലെങ്കിൽ ഇതിൽ നിന്നും വരയ്ക്കുന്ന ബൈസെക്ടർ ഈ വരയെ അല്ലെങ്കിൽ തേർഡ് സൈഡിനെ 4:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. മനസ്സിലായോ? അതിൽ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Can we use it to divide an 8 centimeters long line in the ratio 3:4? How? 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ കഴിയുമോ? എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? 3:4 എന്ന റേഷ്യോയിൽ ഭാഗിക്കാൻ പറ്റില്ല. കാരണം 3ൽ നിന്ന് ഇവിടെയും 4ൽ നിന്ന് ഇവിടെയും നമ്മൾ ആർക്കുകൾ ഇടുമ്പോൾ അതൊരിക്കലും കൂട്ടിമുട്ടില്ല. ഒരു തേർഡ് വെർട്ടെക്സ് കിട്ടണമെങ്കിൽ 2 ലൈൻസ് കൂട്ടിമുട്ടണമല്ലോ. ഇത് ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റാം. 3:8 എന്ന റേഷ്യോയിൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 6 എന്ന പോയിന്റും ഇവിടെ 8 എന്ന പോയിന്റും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൽ നിന്ന് വരയ്ക്കുന്ന ബൈസെക്ടർ ഇതിനെ 3:4 എന്ന റേഷ്യോയിൽ ഭാഗിക്കുകയും ചെയ്യും. നമുക്കിതൊന്നും പുസ്തകത്തിൽ വരച്ചു നോക്കാം. ആദ്യം 8 സെന്റിമീറ്ററിൽ ലൈൻ വരയ്ക്കാം. 8 സെന്റിമീറ്റർ. ഇനി റേഷ്യോ തന്നിരിക്കുന്നത് 4:5 ആണ്. ഒരു സൈഡ് നമുക്ക് 4 സെന്റിമീറ്റർ എടുക്കാം. അടുത്തത് 5 സെന്റിമീറ്റർ ആണ്. ഇനി 2 ലൈൻസ് ജോയിൻ ചെയ്യാം. ഇനി ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പേരുകൾ തന്നെ കൊടുക്കാം. ABC. ഇനി ഈ ലൈൻ നീട്ടി വരയ്ക്കണം വേണ്ടേ? AC എന്ന ലൈൻ നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി ഈ ലെങ്ത്ത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. ഈ 5 സെന്റിമീറ്റർ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം. ഇനി ഈ 2 ലൈൻസ് ജോയിൻ ചെയ്യാം. കണ്ടല്ലോ? ഇനി 4:5 എന്ന റേഷ്യോയിൽ ഈ 8 സെന്റിമീറ്ററിന് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഇതിനൊരു ബൈസെക്ടർ വരച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ലംബ സമവാചി. തുല്യ അളവിൽ 2 ലൈനിലും മാർക്ക് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിലേക്ക് ഒരു ലൈൻ. ഇതാണ് ചിത്രം. ഇവിടെ ഇ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. CE എന്നുള്ളത് ആംഗിൾ സിയുടെ ബൈസെക്ടറാണ്. അത്
സെയിം റേഷ്യോ 4:5 എന്ന റേഷ്യോയിലും ആയിരിക്കും. അടുത്ത ചോദ്യം ഇതാണ്, ക്യാൻ വി യൂസ് ഇറ്റ് ടു ഡിവൈഡ് ആൻ 8 cm ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4 ഹൗ? അപ്പോൾ 8 cm നീളമുള്ള ഒരു വരയെ 3:4 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കാൻ കഴിയുമോ? ഈ മെത്തേഡിൽ അങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്നും കൂടിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, 3:4 എന്നുള്ളത് 8 cm താഴെയാണ് അല്ലേ. 3ഉം 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടുന്നത്. അപ്പോൾ 3 + 4 എന്ന് പറയുമ്പോൾ 7 ആണ്. നമുക്ക് ബേസ് ആയിട്ട് എടുക്കുന്ന ലെങ്ത്ത് 8 cm ആണ്. അപ്പോൾ അതിലേക്ക് ഇവിടെ നിന്ന് ഈ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ എന്താവും, അത് രണ്ടും കൂട്ടിമുട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടില്ല, ആംഗിൾ ഫോം ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ റേഷ്യോയെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ തൊട്ടടുത്ത ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഇത് രണ്ട് സംഖ്യയെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത സംഖ്യകളായിരിക്കണം. അപ്പോൾ ഇവിടെ 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ്. 6:8 എന്ന് വന്നു അല്ലേ. ഈ ഒരു ഫോം എടുക്കാം നമുക്ക്. ഇതെടുത്തിട്ട് നമുക്കതിനെ വരച്ച് നോക്കാം. 8 cm ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി 6 cm കോമ്പസിലെടുത്ത് ആർക്ക് വരയ്ക്കണം. ഇനി ഈ സൈഡിൽ നിന്ന് 8 cm ആണ് എടുക്കേണ്ടത്. ഈ രണ്ട് ലൈനുകൾ നമ്മൾ ജോയിൻ ചെയ്യാം. ഇത് AB ആണ്, ഇത് C ആണ്. ഇനി AC ആണ് നമുക്ക് 8 cm ലെങ്ത്തിൽ വരയ്ക്കേണ്ടത്. ഈ BC എന്ന ലൈനിൻ്റെ അതേ ലെങ്ത് ആയിരിക്കണം. ഇനി ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യാം. ഇത് D എന്ന പോയിൻ്റാണ്. ഇനി എന്താണ്, ഈ 8 cm 3:4 എന്ന റേഷ്യോയിൽ നമ്മൾ ഭാഗിക്കണം. അതിന് ഈ വെർട്ടെക്സിൽ നിന്നും ഒരു സമഭാജി വരയ്ക്കണം. ഇവിടെ 8 cm 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ആറാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ സ്പ്ലിറ്റ് ഇറ്റ് ഇൻടു 4 ട്രയാങ്കിൾസ്. ദ ഏരിയാസ് ഓഫ് 3 ഓഫ് ദം ആർ ഷോൺ ഇൻ ദ പിക്ചർ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ വൂൾ ക്വാഡ്രിലേറ്ററൽ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ഇതാണ്. ഇതിന് 3 ട്രയാങ്കിൾസിൻ്റെയും പരപ്പളവുകൾ കൊടുത്തിട്ടുണ്ട്, ഏരിയ കൊടുത്തിട്ടുണ്ട്. ടീച്ചർ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ABCDE എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഡയഗണൽസ് AC എന്ന ഡയഗണൽ അല്ലെങ്കിൽ വികർണം ബേസ് ആയിട്ട് എടുത്താൽ ഈ ഭാഗത്ത് 2 ട്രയാങ്കിൾസ് ആയി, ഈ ഭാഗത്ത് 2 ട്രയാങ്കിൾസ് ആയി. അതിൻ്റെ ബേസിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും ഏരിയയുടെ റേഷ്യോയും. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് 60-30 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ റേഷ്യോ എന്ന് നോക്കാം. 60:30 ആണ്. അപ്പോൾ ഇവിടെ 2:1 എന്നാണ് നമുക്കതിൻ്റെ റേഷ്യോ വരുന്നത്. വേണമെങ്കിൽ അടുത്ത ഒരു ഫോം കൂടെ എഴുതിയിട്ട് നോക്കാം, നിങ്ങൾക്ക് തെറ്റണ്ട. ഇവിടെ 6:3 വന്നു. ഇത് രണ്ടും ഏതിൻ്റെ മൾട്ടിപ്പിൾസിലുള്ളതാണ്? 3ന്റെ മൾട്ടിപ്പിൾ എടുക്കാം അല്ലേ. 2:1 റേഷ്യോ കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? ഈ റേഷ്യോയിൽ തന്നെ ഇതിനെയും നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഈ റേഷ്യോ നമുക്ക് 2:1 ഈക്വൽ ടു, ഈ പോർഷൻ നമുക്ക് തന്നിട്ടില്ല കാരണം ഇതാണ് 2:1 റേഷ്യോ ഇതും 2 റേഷ്യോ ഇതുമാണ്.
അപ്പോൾ ഈ ഭാഗത്തുള്ളതാണ് 2 എന്ന റേഷ്യോയിൽ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ അളവ് നമുക്ക് അറിയില്ല, നമുക്കതിന് എക്സ് എന്ന് കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു 40 ആണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, A:B = C:D. നമ്മൾ എങ്ങനെ ചെയ്യും? ഇങ്ങനെയാണ് ചെയ്യുക അല്ലെ. AD = BC. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ നമുക്ക് എക്സ് ആണ്, 1x എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, ഈക്വൽ ടു 2 × 40, 80 വന്നു. കിട്ടിയല്ലോ. നമുക്കിവിടെ 80 സ്ക്വയർ സെന്റിമീറ്റർ ആണ് വരുന്നത്. എന്താണ് 2:1 എന്ന റേഷ്യോയിൽ എടുത്തപ്പോഴാണ് ഇവിടെ 80 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടിയത്. ഇനി DB എന്ന ഡയഗണല് ബേസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് 30 40 ആണ്. 3:4 എന്ന റേഷ്യോയിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പോർഷൻ 3 വന്നു, ഈ പോർഷൻ 4 വന്നു അല്ലേ. ഇനി ഈ റേഷ്യോയിൽ വരുമ്പോ 3:4 ഈക്വൽ ടു ഈ ഭാഗത്തുള്ളതാണ് ആദ്യം എഴുതേണ്ടത്, 60 അല്ലേ, ഈക്വൽ ടു എക്സ്. കണ്ടോ? ഇനി ഇതിനെ ഇതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ 3x ആണ്, എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 3x ഈക്വൽ ടു 4 × 60 എത്രയാണ് വരുന്നത്? 240 ആണ് അല്ലേ. 240 വന്നു. ഇനി നമുക്ക് x ഈക്വൽ ടു 240/3 ആണ് വരുന്നത്, 80. രണ്ട് ഫിഗറും ഒന്ന് തന്നെയല്ലേ ഈ രണ്ട് ഫിഗറും. അപ്പോൾ ഏത് ഭാഗത്തുള്ള ട്രയാങ്കിൾസ് ചൂസ് ചെയ്താലും നമുക്ക് ഈ ഉത്തരം തന്നെയാണ് കിട്ടുക. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഈ വലിയ ചതുർഭുജത്തിന്റെ പരപ്പളവ്. ചതുർഭുജത്തിന്റെ പരപ്പളവ് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ ട്രയാങ്കിൾസിന്റെയും ഏരിയകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ ABCD ഏതൊക്കെയാണ് വരുന്നത്? ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE പ്ലസ് ട്രയാങ്കിൾ BCE പ്ലസ് ട്രയാങ്കിൾ CDE പ്ലസ് ട്രയാങ്കിൾ ADE 80 പ്ലസ് 40 പ്ലസ് 30 പ്ലസ് 60. ഈ 4 ഫിഗേഴ്സും കൂടി കൂട്ടി കിട്ടുന്നതാണ് നമ്മുടെ ഈ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ വരുന്നത്. അപ്പോൾ 210 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. ഏരിയ ഓഫ് ക്വാഡ്രിലേറ്ററൽ 210 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.